ഒരു ആൽഫ്രെഡോ ചിക്കൻ ഒരു ഗ്രേവി ഉണ്ടാക്കാനേനു വിചാരിച്ചത്. പക്ഷെങ്കിൽ ഉണ്ടാക്കി വന്നപ്പോൾ ഒരു മലായി ടച്ച് വന്നോ, ഒരു മലായി ചിക്കൻ എന്താണേലും ഒരു രണ്ടും മിക്സ്ഡായ പോലത്തെ കറിയാട്ടോ ഇത്. ഫസ്റ്റ് നമുക്ക് ചിക്കനിൽ ഉപ്പും കുരുമുളക് പൊടിയും നല്ലോണം പുരട്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് വെക്കാം. ഞാൻ ഗാർലിക് പൗഡറും കൂടി ഇടാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെങ്കിൽ ഉണ്ടാക്കുമ്പോൾ മറന്നുപോയി. പിന്നെ വിചാരിച്ചാൽ ഇട്ടാൽ മതിയേനു. അങ്ങനെ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് വെക്കുക. ചിക്കനിലൊരു ചാർക്കോൾ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പുകയിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് നമുക്ക് പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് സവോള കട്ട് ചെയ്ത് ചേർത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ചധികം വേണം കേട്ടോ, അണ്ടിപ്പരിപ്പ്, പിന്നെ കുറച്ച് ഗാർലിക്ക് ചോപ്പ് ചെയ്തതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒരു ഫസ്റ്റ് ആ വയറ്റിൽ തന്നെ ഒരു വാടി വരുമല്ലോ, അപ്പോൾ കുറച്ച് പെപ്പറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് തണിഞ്ഞ ശേഷം നമുക്കത് നല്ലോണം പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് പാൻ വെച്ചിട്ട് അതിലത്തേക്ക് ഓയിലൊഴിച്ച് കുറച്ച് സ്പൈസസ് കയ്യിലുള്ള, ഞാനിപ്പോൾ ജീരകം ഇട്ടതിന് ഏലക്ക, പട്ട, ഗ്രാമ്പു, ഇപ്പോൾ വേണമെങ്കിൽ കുരുമുളകിൻ്റെ കുരുവിടാം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ മറ്റേ ഉള്ളി വാട്ടുമ്പോൾ ഒക്കെ ഇട്ടതുകൊണ്ട് ഞാൻ പിന്നെ പെപ്പർ ഇട്ടിട്ടില്ല. ഇത് സ്പൈസ് നല്ല കുറഞ്ഞിട്ടുള്ള കറി കേട്ടോ. അപ്പോൾ സ്പൈസസ് ഓയിലൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ബാക്കിൽ നിന്ന് തന്നെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഇട്ടിട്ട് ഒന്ന് തിളക്കാൻ വെക്കണം. ഓൾറെഡി ഇതിപ്പോൾ ഒരു ക്രീമി ടെക്സ്ചറിലാണ് ഉള്ളത്, പക്ഷെങ്കിൽ ഞാൻ ഒന്നും കൂടി ക്രീമി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ്റെ പാനിൽ തന്നെ കുറച്ച് ബട്ടർ ഇട്ട്, ഗാർലിക് ഇട്ട്, കുറച്ച് മൈദപ്പൊടി ആഡ് ചെയ്ത്, പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സാധാരണ നോർമൽ വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി അതിനകത്ത് ആവശ്യമുള്ള ഹേർബ്സ് എല്ലാം ഇട്ടിട്ട് ഉപ്പും ഇട്ട് സെറ്റാക്കി അങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതില്ലാണ്ടും നമുക്ക് വേറൊരു കറി പോലെ കൂട്ടാട്ടാ. ഇതിപ്പോൾ ഇത് ആഡ് ചെയ്തപ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടിയിട്ടുണ്ട്. ഞാൻ ചീസും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, സ്ലൈസ്ഡ് ചീസ് ഉപയോഗിച്ചത്. അപ്പോൾ തിളച്ച് കുക്കായ കറിയിലേക്ക് ഈ ഒരു വൈറ്റ് സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്ത്, പിന്നെ കുറച്ച് ബട്ടറിൽ പച്ചമുളക് മൂപ്പിച്ചിട്ട് അതും ഇട്ട് കൊടുത്തു. അഥവാ സ്പൈസ് എരിവ് വേണ്ടുന്നവർക്ക് ഈ മുളകൊന്ന് ചീച്ചിട്ട് കൂട്ടിയാനുള്ള ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് അപ്പോൾ സംഭവം സെറ്റായി. ലാസ്റ്റ് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റൈലിനും ഒരു തിക്കിനും വേണ്ടിയിട്ട് നല്ല കുറുകിയിട്ടുള്ള കറി കേട്ടോ. ബട്ടർ നാൻ അല്ലെങ്കിൽ നമ്മളപ്പം അങ്ങനത്തേനോടൊക്കെ കോമ്പിനേഷനായിട്ട് പോകും. വൈറ്റ് സോസ് ആഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആ പേസ്റ്റ് അരച്ച് തിളച്ച് കുക്കായി വന്ന ശേഷം പച്ചമുളക് ഒന്ന് ബട്ടറിൽ മൂപ്പിച്ച് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്താൽ സെറ്റ് ഔട്ടാ കറി. ഗാർണിഷ് ചെയ്താൽ മതി.